ഹായ് കുട്ടികളെ, ഇന്ന് നമുക്ക് ശാസ്ത്രമേള സയൻസ് ക്വിസിൽ ചോദിക്കാവുന്ന കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം. ഓരോ ചോദ്യവും 2 തവണ വായിക്കും. അതിനുള്ളിൽ ഉത്തരം എഴുതാൻ കഴിയുന്ന കൂട്ടുകാർ ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതി നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യുക. പഠിച്ചു കഴിയാത്ത കൂട്ടുകാർ അതോ ഉത്തരം കിട്ടാത്ത കൂട്ടുകാർ 1-2 തവണ വീഡിയോ കണ്ട ശേഷം വീണ്ടും അറ്റൻഡ് ചെയ്യുക. ചോദ്യം 1. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏതാണ്? ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏതാണ്? ഉത്തരം ഫാൽക്കൺ. ചോദ്യം 2. രക്തത്തിൽ കാൽസ്യം കുറയുന്നതുകൊണ്ട് ഉണ്ടാകുന്ന രോഗം. രക്തത്തിൽ കാൽസ്യം കുറയുന്നതുകൊണ്ട് ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ടെറ്റനി. ചോദ്യം 3. പ്രപഞ്ചത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്ന പുസ്തകം എഴുതിയതാരാണ്? പ്രപഞ്ചത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്. ചോദ്യം 4. സ്വർണത്തിൻ്റെ ശുദ്ധതയെ നിർണ്ണയിക്കുന്ന യൂണിറ്റ് ഏതാണ്? സ്വർണത്തിൻ്റെ ശുദ്ധതയെ നിർണ്ണയിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം ക്യാരറ്റ്. ചോദ്യം 5. റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷപാളി ഏതാണ്? റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷപാളി ഏതാണ്? ഉത്തരം അയോണോസ്ഫിയർ. ചോദ്യം 6. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി ഏതാണ്? ഉത്തരം പാമ്പ്. ചോദ്യം 7. മുമ്പോട്ടും പിമ്പോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ്? മുമ്പോട്ടും പിമ്പോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ്? ഉത്തരം ഹമ്മിങ് ബേർഡ്. ചോദ്യം 8. വെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? വെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. ചോദ്യം 9. ഗ്രീൻ വിട്രിയോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? ഗ്രീൻ വിട്രിയോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? ഉത്തരം സൾഫ്യൂരിക് ആസിഡ്. ചോദ്യം 10. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജെ തോംസൺ. ചോദ്യം 11. കൃത്രിമ ഹൃദയവാൾവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? കൃത്രിമ ഹൃദയവാൾവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ഉത്തരം ടെഫ്ലോൺ. ചോദ്യം 12. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ഉത്തരം ടൈറ്റാൻ. ചോദ്യം 13. ആൻറ്റിപൈററ്റിക് ആയി ഉപയോഗിക്കുന്ന രാസവസ്തു അറിയപ്പെടുന്ന പേര്. ആൻറ്റിപൈററ്റിക് ആയി ഉപയോഗിക്കുന്ന രാസവസ്തു അറിയപ്പെടുന്ന പേര്. ഉത്തരം പാരാസെറ്റമോൾ. ചോദ്യം 14. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? ഉത്തരം കെവ്ലാർ. ചോദ്യം 15. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം ഏതാണ്? ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം ഏതാണ്? ഉത്തരം പെരികാർഡിയം. ചോദ്യം 16. ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി ഏതാണ്? ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി ഏതാണ്? ഉത്തരം തൈറോയ്ഡ്. ചോദ്യം 17. കരളിനെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു?
കരളിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഹെപ്പറ്റോളജി. ചോദ്യം 18. ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഉത്തരം സാന്തോഫിൽ. ചോദ്യം 19. ഉരഗങ്ങളെയും ഉഭയജീവികളെയും കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉരഗങ്ങളെയും ഉഭയജീവികളെയും കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഹെർപ്പറ്റോളജി. ചോദ്യം 20. ലോകത്തെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഷഡ്പദം ഏതാണ്? ലോകത്തെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഷഡ്പദം ഏതാണ്? ഉത്തരം കടന്നൽ. ചോദ്യം 21. ക്ലോറോ അസറ്റോഫിനോൺ വ്യാപകമായി അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ക്ലോറോ അസറ്റോഫിനോൺ വ്യാപകമായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം കണ്ണീർ വാതകം. ചോദ്യം 22. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? ഉത്തരം മീഥൈൽ ഐസോസൈനേറ്റ്. ചോദ്യം 23. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഏതാണ്? മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഏതാണ്? ഉത്തരം ഓട്. ചോദ്യം 24. സൗരയൂഥത്തിലെ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? സൗരയൂഥത്തിലെ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? ഉത്തരം ഭൂമി. ചോദ്യം 25. ചോദ്യം 25. പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഉത്തരം വജ്രം. ചോദ്യം 26. ജിയോ എന്ന സസ്യത്തിൻ്റെ സവിശേഷത എന്താണ്? ജിയോ എന്ന സസ്യത്തിൻ്റെ സവിശേഷത എന്താണ്? ഉത്തരം ജീവിക്കുന്ന ഫോസിൽ. ചോദ്യം 27. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം ഏത് രാസവസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്? മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം ഏത് രാസവസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്? ഉത്തരം ലൂസിഫറിൻ. ചോദ്യം 28. ഉറുമ്പ് കടിച്ച ഭാഗത്ത് നീറ്റലുണ്ടാകുന്നത് ഏത് രാസവസ്തുവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്? ഉറുമ്പ് കടിച്ച ഭാഗത്ത് നീറ്റലുണ്ടാകുന്നത് ഏത് രാസവസ്തുവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്? ഉത്തരം ഫോമിക് ആസിഡ്. ചോദ്യം 29. ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ദ്രവണാങ്കം ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഉത്തരം ടങ്സ്റ്റൺ. ചോദ്യം 30. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമേത്? കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമേത്? ഉത്തരം വജ്രം. ചോദ്യം 31. പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? ഉത്തരം ഗ്രാഫൈറ്റ്. ചോദ്യം 32. ബലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം പെൻസിലിൻ. ചോദ്യം 33. ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ലോഹത്തിൻ്റെ പേര് എന്താണ്? ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ലോഹത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം മഗ്നീഷ്യം. ചോദ്യം 34. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്?
രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം മഗ്നീഷ്യം. ചോദ്യം 35. ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം എന്തായിരിക്കും? ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം എന്തായിരിക്കും? ഉത്തരം കറുപ്പ്. ചോദ്യം 36. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യത്തെ സസ്യം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യത്തെ സസ്യം ഏതാണ്? ഉത്തരം തെങ്ങ്. ചോദ്യം 37. ചാന്ദ്രദിനം എന്നാണ്? ചാന്ദ്രദിനം എന്നാണ്? ഉത്തരം ജൂലൈ 21. ചോദ്യം 38. ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥം ഏതാണ്? ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥം ഏതാണ്? ഉത്തരം ക്ലോറോ ഫ്ലൂറോ കാർബൺ. ചോദ്യം 39. ഓസോൺ പാളി തടഞ്ഞു നിർത്തുന്ന കിരണം ഏതാണ്? ഓസോൺ പാളി തടഞ്ഞു നിർത്തുന്ന കിരണം ഏതാണ്? ഉത്തരം അൾട്രാ വയലറ്റ് രശ്മി. ചോദ്യം 40. കർഷകന്റെ ചങ്ങാതി എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? കർഷകന്റെ ചങ്ങാതി എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? ഉത്തരം മണ്ണിര. ചോദ്യം 41. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം പ്ലേഗ്. ചോദ്യം 42. കഴുത്തിൻ്റെ നീളം ഏറ്റവും കൂടുതലുള്ള ജീവി ഏതാണ്? കഴുത്തിൻ്റെ നീളം ഏറ്റവും കൂടുതലുള്ള ജീവി ഏതാണ്? ഉത്തരം ജിറാഫ്. ചോദ്യം 43. കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ്? കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ്? ഉത്തരം മൂങ്ങ. ചോദ്യം 44. ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16. ചോദ്യം 44. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ. ചോദ്യം 44. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഉത്തരം നൈട്രജൻ. ചോദ്യം 47. മിനറൽ ഓയിൽ അഥവാ കറുത്ത സ്വർണം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ്? മിനറൽ ഓയിൽ അഥവാ കറുത്ത സ്വർണം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം പെട്രോളിയം. ചോദ്യം 48. കേരളത്തിലെ പെരിയാർ ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മൃഗം ഏതാണ്? കേരളത്തിലെ പെരിയാർ ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മൃഗം ഏതാണ്? ഉത്തരം കടുവ. ചോദ്യം 47. ചോദ്യം 49. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? ഉത്തരം കാർബൺ ഡയോക്സൈഡ്. ചോദ്യം 50. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഏതാണ്? വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഏതാണ്? ഉത്തരം വെള്ളി. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, സൂര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏതാണ്? സൂര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏതാണ്? ചോദ്യം 2. കുടിവെള്ള ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? കുടിവെള്ള ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.
അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.